എങ്ങനെയാണ് നിങ്ങൾ വാക്ക്, സ്പീക്ക്, തിങ്ക്, ആക്ട് ചെയ്യുന്നത്? സാഹചര്യം അനുസരിച്ചാണ് അല്ലേ? അതെ. എല്ലാവരും നടക്കുന്നത്, സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് സാഹചര്യം നോക്കിയും അല്ലാതെയുമാണ്. ഒന്ന് ഞാൻ പറയട്ടെ, മിക്കവരും ഇത് കണ്ടുപിടിക്കില്ല. ഇതറിയാൻ നിങ്ങൾ ഒരുപാട് ലേറ്റാകും. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ നിശ്ചയിക്കും. നിങ്ങൾ ഏത് വഴിയാണോ ചൂസ് ചെയ്യുന്നത് അതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് വിധി എന്ന് ചിന്തിക്കരുത്. അത് നിങ്ങളുടെ ഫോക്കസാണ്. നിങ്ങളുടെ തിങ്കിങ് സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി പുൾ ചെയ്യുകയാണ്. എന്നാൽ ഇതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാം. ആദ്യം മൈൻഡിനെ എങ്ങനെ ഷേപ്പ് ചെയ്യാം? ബുദ്ധിയോട്, വിവേകത്തോട് സംസാരിക്കുക. തിങ്ക് ട്വൈസ് ബിഫോർ യു ടോക്ക് എന്ന ആ മന്ത്രം നിങ്ങൾ അതിനെ പ്രാവർത്തികമാക്കണം. എങ്ങനെ ലൈഫിനെ ലീഡ് ചെയ്യണം എന്ന് കൃത്യമായ ഫോക്കസ് ഉണ്ടായാൽ നിങ്ങളുടെ സാഹചര്യം എത്ര ഹാർഡായാലും എത്ര തന്നെ സൈലൻ്റ് ആയാലും ഒരു പ്രൂഫ് പോലും ഇല്ലെങ്കിലും നിങ്ങൾ ഫിയറിനെ ഓവർകം ചെയ്യും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ബോഡി, സോൾ, മൈൻഡ് ഒന്നിച്ചു നിന്നാൽ നിങ്ങളുടെ സ്ട്രെങ്ത്, കറേജ് ഡെവലപ്പ് ചെയ്യാം. ദൈവിക ബുദ്ധി, ശക്തി, വിവേകം നമ്മിലുണ്ട്. അതിനാൽ ധൈര്യമായി വാക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് കൊണ്ടുവന്നാൽ എല്ലാ ഡോസും ഓപ്പൺ ആകും. നിങ്ങളുടെ വിഷ്ഫുൾ തിങ്കിങ് മെൻ്റൽ എൻജിനീയറിംഗ് ആണ്. അത് നിങ്ങൾ മനസ്സിൽ കെട്ടിപ്പടുക്കുന്നതാണ്. നിങ്ങളുടെ ഓരോ ഡ്രീംസും മൈൻഡിൽ ബിൽഡ് ചെയ്യുകയാണ്. ചരിത്രം നോക്കുകയാണെങ്കിൽ എത്രയോ ധീര പൗരന്മാർ അവരുടെ മൈൻഡിനെ ഫെയിലുവർ, ക്രിറ്റിസിസം, ഫിയർ ഇതെല്ലാം ഓവർകം ചെയ്ത് പവർഫുൾ മൈൻഡ് ബിൽഡ് ചെയ്തതാണ്. ഒരു ഹൗസ് ബിൽഡ് ചെയ്യാൻ ഡേയ്സുകൾ വേണ്ടിവരും. അതുപോലെ മനസ്സിനെ ഓരോ ദിവസവും ബിൽഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഫെയിലുവർ ആണോ ചിന്തിക്കുന്നത്? എന്നാൽ ഇപ്പോൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. പ്രപഞ്ച ശക്തിയുടെ എനർജി നിങ്ങളിൽ ഫ്ലോ ചെയ്യുകയാണ്. ഒരു റിവർ പോലെ അതിനെ ഫീൽ ചെയ്യുക, ബിലീവ് ചെയ്യുക, പറയുക എനിക്ക് കഴിയും. ഓരോ പുതിയ ഇൻവെൻഷൻസ് ഓർക്കുക. ടെലിവിഷൻ, ഫോൺ, ഇലക്ട്രിസിറ്റി, എയ്റോപ്ലെയിൻ എല്ലാ ഇൻവെൻഷനും ചെയ്യുമ്പോഴും ആ ഇൻവെൻറ്റേഴ്സിൻ്റെ സ്റ്റോറി റീഡ് ചെയ്യുക. അതിൻ്റെ പിന്നിലെ സാക്രിഫൈസ് ഓർക്കാമോ? അതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ വിഷൻ, ബിലീഫിനെ വളർത്തുക. എപ്പോഴും ദുഃഖ സാഹചര്യങ്ങൾ, പാസ്റ്റിനെ ഓർത്ത് വിലപിക്കുകയാണോ? നിങ്ങളിൽ ഒരു ന്യൂ വെർഷനെ കാണുക. പ്രസൻറ്റിൽ നിങ്ങൾ എന്താവണം എന്ന് ഡിസൈഡ് ചെയ്യുക. ഇന്ന് വരെയുള്ള നിങ്ങളല്ല ഇന്ന്. ഇന്ന് നിങ്ങളൊരു പുതിയ പേഴ്സണാണ്. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പുതിയ ഒരു ലോകം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ അതിനായി ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക. നിങ്ങൾക്ക് പറയാമോ, എവറിത്തിങ് ഈസ് വർക്ക്സ് ഔട്ട് ഇൻ മൈ ഫേവർ. അധികാരത്തോട് സംസാരിക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ കമാൻഡർ നിങ്ങളാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. യു ആർ ദ ലീഡർ ഓഫ് യുവർ ലൈഫ്. യു ആർ യുണീക്ക്. നിങ്ങളുടെ വോയിസാണ് നിങ്ങൾ. നിങ്ങളുടെ ഓരോ സെറ്റ് ബാക്ക്, സൈലൻ്റ്, പെയിൻ, സ്ട്രഗിൾസ് എന്ന പാസ്റ്റ് ടൈം ഇറേസ് ചെയ്യുക. ഒരു പുതിയ വേർഷൻ ബിൽഡ് ചെയ്യാം. ആഗ്രഹിച്ച ഡ്രീമിൽ എത്തും. ഇത് യൂണിവേഴ്സൽ ട്രൂത്താണ്. ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്.